അപ്പോൾ നോർമലി എല്ലാ ഹോമങ്ങളും വീടുകളിൽ ചെയ്യാറില്ല. പക്ഷേ ഗണപതി ഹോമം, ഭഗവത് സേവ, ഇനി എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു സുദർശന ഹോമം, ഇനി വീട്ടിൽ ആർക്കെങ്കിലും ആയുസ്സുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ ഒരു മൃത്യുഞ്ജയ ഹോമം, ഇത്രയും വീടുകളിൽ ചെയ്യും. യാഗം, ഹോമം, ഹവനം, യജ്ഞം, ഇതും നാല് ടൈപ്പാണ്. അതിലേറ്റവും വലുതാണ് യാഗം. വീടിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ഗ്രഹപൂജ അല്ലെങ്കിൽ ഒരു യാഗം അതെന്തായിരിക്കും? വീടുകളിൽ യാഗം നടത്താറില്ല. ഒരു പൂജകൾ വീടുകളിൽ ഹോമങ്ങളാണ്. ഹവനം, ഹോമം ഇത് രണ്ടും നടത്തും. യാഗങ്ങളിൽ ക്രിയകൾ വ്യത്യാസമുണ്ട്. അത് ക്ഷേത്രങ്ങളിലും ക്ഷേത്രഭൂമികളിലും മാത്രമേ നടത്താൻ പറ്റൂ. അപ്പോൾ വീടുകളിൽ സാധാരണ നമുക്ക് ഭഗവത് സേവ, ഗണപതി ഹോമം, ഇനി അല്ല ആ വീട്ടിൽ അത്രമാത്രം കഷ്ടപ്പാടെങ്കിൽ നവഗ്രഹ ഹോമം ഗായത്രിയോട് ചേർത്തേ ചെയ്യാവൂ. നവഗ്രഹ ഹോമം മാത്രമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. ഗായത്രി മന്ത്രത്തിൻ്റെ അകത്തേ അത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് നിയമാവലികളുണ്ട്. ഹോമം എന്നത് ഓരോ ദേവന്മാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുന്ന അഗ്നികർമ്മങ്ങളാണ്. അത് മഹാഹോമങ്ങളുണ്ട്. അതിൻ്റെ ഹിന്ദി വർഷമാണ് ഹവനം എന്നുള്ളത്. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു യാഗം നമ്മൾ അല്ലെങ്കിൽ ഒരു ഹോമം നമ്മളെ വീടുകളിൽ ഇപ്പോൾ ഗ്രഹപൂജകൾ നടത്തുന്നുണ്ട്. ഒരു വീടിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ഗ്രഹപൂജ അല്ലെങ്കിൽ ഒരു യാഗം അതെന്തായിരിക്കും? വീടുകളിൽ യാഗം നടത്താറില്ല. ഒരു പൂജകൾ വീടുകളിൽ ഹോമങ്ങളാണ്. ഹവനം, ഹോമം ഇത് രണ്ടും നടത്തും. യാഗങ്ങളിൽ ക്രിയകൾ വ്യത്യാസമുണ്ട്. അത് ക്ഷേത്രങ്ങളിലും ക്ഷേത്രഭൂമികളിലും മാത്രമേ നടത്താൻ പറ്റൂ. ഈ യാഗങ്ങളും ഹോമങ്ങളും നമ്മൾ വ്യത്യാസമുണ്ട്. എന്താണ് യാഗം, ഹോമം, ഹവനം, യജ്ഞം, ഇതും നാല് ടൈപ്പാണ്. അതിലേറ്റവും വലുതാണ് യാഗം. അപ്പോൾ യാഗങ്ങൾ വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കും. മാത്രമല്ല അതിലിപ്പോൾ ദ്രവ്യങ്ങൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആര് എന്ത് തന്നു ഇതൊന്നുമല്ല പ്രാധാന്യം. യജമാനനും പത്നിയുമാണ് പ്രാധാന്യം. ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനാണ് യജമാനൻ, ഇവിടെ അമ്മയാണ് ഇടമാൻ എന്ന പോലെ ആ യജമാനൻ്റെ മനസ്ഥിതിയും യജമാനൻ്റെ കോൺട്രിബ്യൂഷനുമാണ് അവിടെ പ്രധാനം. മനസ്സിലായി? അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് യാഗങ്ങൾ, മഹായാഗങ്ങൾ ഇതെല്ലാം ഉണ്ട്. 12 ദിവസത്തിൽ കൂടുതൽ നടത്തുന്നതായ ചടങ്ങുകൾ മഹായാഗങ്ങളാണ്. യജ്ഞം ഒരു പരിപൂർണമായ റിസൾട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു സമർപ്പണമാണ്. വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് ദ റിസൾട്ട്, കണ്ടിന്യൂസ് സറണ്ടർഷിപ്പാണ് യജ്ഞം. ഹോമം എന്നത് ഓരോ ദേവന്മാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുന്ന അഗ്നികർമ്മങ്ങളാണ്. അത് മഹാഹോമങ്ങളുണ്ട്. അതിൻ്റെ ഹിന്ദി വർഷമാണ് ഹവനം എന്നുള്ളത്. അപ്പോൾ വീടുകളിൽ സാധാരണ നമുക്ക് ഭഗവത് സേവ, ഗണപതി ഹോമം, ഇനി അല്ല ആ വീട്ടിൽ അത്രമാത്രം കഷ്ടപ്പാടെങ്കിൽ നവഗ്രഹ ഹോമം ഗായത്രിയോട് ചേർത്തേ ചെയ്യാവൂ. നവഗ്രഹ ഹോമം മാത്രമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. ഗായത്രി മന്ത്രത്തിൻ്റെ അകത്തേ അത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് നിയമാവലികളുണ്ട്. അപ്പോൾ നോർമലി എല്ലാ ഹോമങ്ങളും വീടുകളിൽ ചെയ്യാറില്ല. പക്ഷേ ഗണപതി ഹോമം, ഭഗവത് സേവ, ഇനി എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഒരു സുദർശന ഹോമം, ഇനി വീട്ടിൽ ആർക്കെങ്കിലും ആയുസ്സുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ ഒരു മൃത്യുഞ്ജയ ഹോമം, ഇത്രയും വീടുകളിൽ ചെയ്യും. ഇത് നമുക്ക് ആ ഗ്രഹനാഥന് അല്ലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ കുടുംബത്തിലുള്ളവർക്ക്, അതുമായി ബന്ധപ്പെട്ട രക്തബന്ധമുള്ളവർക്ക് മാത്രമേ അതിൻ്റെ അനുഗ്രഹമുള്ളൂ. ഈ ശത്രുദോഷങ്ങളൊക്കെ അതിനൊക്കെ സുദർശന ഹോമം ആണ് ചെയ്യുന്നത് സാധാരണ. നമ്മുടെ ഭക്തരിൽ പലരും ഇപ്പം ഈ ആരോഗ്യത്തിന് ഗായത്രി ഹോമമാണ് ചെയ്യുന്നത്. ഗായത്രി ഹോമം ചെയ്യും. പിന്നെ ഗായത്രി ഹോമത്തിൽ പോരാ എന്ന് വരികയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ സാധാരണ ക്ലിനിക്കിൽ പോയി അത് ശരിയാവില്ല, അഡ്മിറ്റ് ചെയ്യൂ കേട്ടോ എന്ന് പറയില്ലേ. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പോയ ആശുപത്രിയിലും ഇന്ന ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. അപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി പോലെ ഗായത്രി ഹോമത്തിൽ മതിയാവില്ലാച്ച പിന്നെ ധന്വന്തരി മൂർത്തിയെ ആവാം. ഓർഡർ ഇതെല്ലാം ത്രൂ പ്രോപ്പർ ചാനലാണ്. ഈ ചാനൽ വിട്ടിട്ട് ഇഷ്ടാനുസരണം അവിടെ ഇവിടെയൊക്കെ കൂടി ചെയ്യാൻ പറ്റില്ല. അത് വിധി പഠിച്ചവരാരും ചെയ്യില്ല. വിധി പഠിച്ചവരാരും ഈ സിസ്റ്റം ഓഫ് ലൈൻ വിട്ടിട്ട് ചെയ്യില്ല.
നിങ്ങൾ ചെയ്തോളൂ, ഞാനില്ല കേട്ടോ എന്ന് പറയും. മറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേരില്ലേ, എന്താ കോൺസ്റ്റബിൾ മൂത്തിട്ട് ഇൻസ്പെക്ടർ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന പോലെ കുറേ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ജോലിച്ച് എഴുതി കൂടെ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയും. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല. കാരണം ഓരോ ചടങ്ങുകളുടെയും പാർശ്വഫലങ്ങളെ അതിനെ മാറ്റാനുള്ളതായ ചടങ്ങുകൾ അപ്പം തന്നെ ചെയ്യണം. ഇതൊരു അലോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ഒരു പ്രധാന ഗുളിക കഴിച്ചാൽ അപ്പം തന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് മാറ്റാൻ വേറൊരു ഗുളിക കഴിക്കും. അങ്ങനെ 2 ചെയ്തുകൊണ്ടാണ് അലോപ്പതി എന്ന് പറയുന്നത്. എന്ന പോലെ അഗ്നികർമ്മങ്ങളും യാഗാദി കർമ്മങ്ങൾക്കും എല്ലാം തന്നെ അതിൻ്റെ തന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ വേറെയുണ്ട്. നിത്യകർമ്മങ്ങളുണ്ട്, നൈമിത്തിക കർമ്മങ്ങളുണ്ട്, കാമ്യകർമ്മങ്ങളുണ്ട്, പിന്നെ നിഷിദ്ധ കർമ്മങ്ങളുണ്ട്. ഇതിനെല്ലാം ചേർത്ത് പ്രായശ്ചിത്ത കർമ്മങ്ങളുണ്ട്. ഇങ്ങനെ 5 തരം യാഗയജ്ഞങ്ങളും കർമ്മങ്ങളുണ്ട്. ഇത് സിസ്റ്റമാറ്റിക്കായി പഠിച്ചിട്ട് അഗ്നി ചെയ്ത് കാണിച്ച് കുറച്ച് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്ത് മറ്റ് ആചാര്യന്മാരെല്ലാം കൂടി തീരുമാനിക്കും, ഇയാൾ ഇന്ന പ്രകാരം ആചാര്യനാണ് കേട്ടോ എന്ന്. അപ്പോഴേ സ്വന്തമായിട്ടെടുത്ത് ചെയ്യാൻ പറ്റൂ. മനസ്സിലായി? നമുക്ക് അറിവുണ്ട്, പഠിപ്പിക്കാനറിയാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കോളേജിൽ കയറി പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആ പറഞ്ഞ ഡിഗ്രിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ. മനസ്സിലായി? എന്ന പോലെ ഈ അഗ്നികർമ്മങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കും പ്രതിഷ്ഠാതി കർമ്മങ്ങൾക്കും സിസ്റ്റമാറ്റിക്കായ ഒരു ട്രെയിനിങ് ഉണ്ട്. അതിൽ പഠിച്ച് പാസ്സായി അതിൻ്റെ സിസ്റ്റം എടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് ശരിയായി വരുന്നു എന്ന് പറയുമ്പോൾ 3-ലധികം ആചാര്യന്മാർ ചേർന്ന് വെരിഫൈ ചെയ്ത ശേഷം ദേ വിൽ ഓത്തറൈസ് ഹി ഈസ് ഓക്കെ. കാണിച്ചു, ഭദ്രകാളി വിഗ്രഹത്തിന് കാണിച്ചു.